മൂന്നാം സീറ്റ് വേണമെന്ന ലീഗിന്റെ ആവശ്യത്തിന് ഇത്തവണ കരുത്ത് കൂടിയിട്ടുണ്ട്. 2 ലോക്സഭാ സീറ്റും 1 രാജ്യസഭാ സീറ്റും എന്ന നിലയിൽ ധാരണയിൽ എത്തിയതായിരുന്നു. കോൺഗ്രസ് അതിൽ നിന്ന് പിന്മാറിയതോടെയാണ് ലീഗ് പ്രകോപിതരായത്. നടക്കില്ല എന്ന് കോൺഗ്രസ് തീർത്ത് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഞങ്ങൾ അംഗീകരിക്കില്ല. പിന്നെയുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ അത് പാർട്ടി കൂടി ആലോചിച്ചിട്ട് എടുക്കേണ്ട സ്ട്രാറ്റജി അപ്പെടുക്കുന്നു. മൂന്നാം സീറ്റിന് ലീഗിന് അവകാശമുണ്ടെന്ന് KC വേണുഗോപാൽ ആവർത്തിച്ചു. മറ്റ് കോൺഗ്രസ് നേതാക്കളും ഇതുതന്നെയാണ് പറഞ്ഞുകൊണ്ടേയിരുന്നത്. അപ്പോൾ അവർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അർഹതയുണ്ട്. മൂന്നാം സീറ്റ് ലഭിച്ചില്ലെങ്കിൽ കടുത്ത നിലപാടെടുക്കാനാണ് ലീഗ് തീരുമാനം. നാളെ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയുണ്ട്. മാത്രമല്ല ഇനി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. UDF യോഗം ബഹിഷ്കരിക്കണമെന്നും ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നും വരെ നിർദ്ദേശങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതിന്റെ പ്രശ്നത്തിൽ നിന്ന് മുതലെടുക്കാൻ CPM രംഗത്തെത്തി. കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ലീഗിനെ സംരക്ഷിക്കുകയാണ് EP ജയരാജൻ. മുസ്ലിം ലീഗിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ കോൺഗ്രസ് ജയിക്കുമോ? അവരുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ജയിച്ചു വരുന്നത്. എന്നാൽ ആ പരിഗണന എങ്കിലും കൊടുക്കണ്ടേ? ഈ സാഹചര്യത്തിൽ നാളത്തെ യോഗം നിർണായകമാകും. ലീഗിനെ ഇടതുമുന്നണിയിലെത്തിക്കാൻ കോണി തന്നെ ചാരി വെച്ചിട്ടുണ്ട് CPM. കോൺഗ്രസ് ലീഗ് ബന്ധം പരമാവധി വഷളാക്കാനും അതുവഴി ലീഗിനെ ഇടതുമുന്നണിയിലേക്ക് അടർത്തിയെടുക്കാനുമാണ് CPMന്റെ പദ്ധതി. CK വിജയൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.